മുൻപ് പരാതി നൽകിയ 2023 ലൈംഗികാതിക്രമം നേരിട്ട നന്ദിത ശങ്കര നടിയാണ്, മോഡലാണ്, മസ്താനി എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്കൊപ്പമുണ്ട് തത്സമയം. നന്ദിത, അന്ന് എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു? ഇത് നന്ദിതയുടെ പ്രൊമോഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇത് ഹണി ട്രാപ്പാണ്, വ്യാജ പരാതിയാണ്, അങ്ങനെ എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു? ഇപ്പോൾ 2 വർഷത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു ഏതാണ്ട് കൃത്യം 2 വർഷമാണ്, അന്ന് മെയ് മാസത്തിലായിരുന്നു എന്നാണ് തോന്നുന്നത് അല്ലേ? ഇതിപ്പോൾ ജൂൺ ആകുമ്പോൾ കൃത്യം 2 വർഷം കഴിയുമ്പോൾ ഇയാൾ ഇതേ കാര്യത്തിന് പിടിയിലായിരിക്കുകയാണ്. ഇപ്പോൾ 14 ദിവസം റിമാൻഡ് ജയിലിലേക്ക് പോകുന്നു. ഇപ്പോഴെന്താ പറയാനുള്ളത് നന്ദിതയ്ക്ക്? 2023 ഒരു ഇൻസിഡൻ്റ് എന്നും 2025 ഒരു ഇൻസിഡൻ്റ് എന്നുമല്ല, ഈ 2023 തൊട്ട് 2025 വരെ ആള് ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴുമായി പല പിള്ളേരും, എനിക്ക് അറിയാത്ത പിള്ളേർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന ബസ് സ്റ്റാൻഡിൽ വെച്ച് അയാളെ കണ്ടു, അയാളൊരു ബസ് കയറുന്നു, ബസ് എടുക്കുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, അടുത്ത ബസ് കയറുന്നു, ബസ് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളത്. സോ ഞാൻ 2023 റിയാക്ട് ചെയ്തൊരു വിക്റ്റിമാണ്. ഇപ്പോൾ 2025 റിയാക്ട് ചെയ്ത ഒരു വിക്റ്റിം കൂടെ വന്നു എന്നത് മാത്രമാണ് വ്യത്യാസം. ഹി ഹാസ് ഓൾവേസ് ബിൻ ആൻഡ് വിൽ ഓൾവേസ് ബി എ സെക്ഷുവൽ ഒഫൻഡർ. അതെ, ഇപ്പോൾ നന്ദിത അന്ന് പരാതി നൽകിയ നന്ദിതയാണ്. അന്നിപ്പോൾ ഇതിനു മുൻപ് ഇപ്പോൾ പറയുന്നുണ്ട്, അതിനുശേഷം നന്ദിതയ്ക്ക് ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ സന്ദേശം അയക്കുകയും ഇയാൾ ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴും പക്ഷേ ആ പെൺകുട്ടികളൊന്നും പരസ്യമായി ഇത് പരാതി ഉന്നയിക്കാനോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുകയോ ചെയ്തിട്ടില്ല. നന്ദിതയാണത് ശക്തമായി തന്നെ അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടെത്തിച്ചിട്ടേ പിൻവാങ്ങുമെന്ന് ശക്തമായി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് വീഡിയോ ചിത്രീകരിച്ചത് പുറത്തുവിട്ടു. അങ്ങനെയൊക്കെ ധൈര്യപൂർവ്വം തന്നെ നിന്ന പെൺകുട്ടിയാണ് നന്ദിത. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇത് പരസ്യമായി 2 വർഷത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. ഒരേ കാര്യം തന്നെ, ഒരേ കുറ്റം. KSRTC ബസ് തന്നെയാണ് ഇവിടെയും. എനിക്ക് വന്ന എല്ലാ മെസ്സേജിലും ഒരേ കാര്യമായിരുന്നു, ഒരേ കുറ്റമായിരുന്നു. മുട്ടുകൊണ്ട് ഉരച്ചു നോക്കുന്നു, ബാഗ് വെച്ച് മറയ്ക്കുന്നു, ഇത് തന്നെയായിരുന്നു റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരുന്നത്. ഞാൻ 2 വർഷം 1 മാസം എക്സാക്ട്ലി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസ് ദി എക്സാക്ട് സെയിം റൂട്ട്, എക്സാക്ട് സെയിം രീതി, എക്സാക്ട് സെയിം അസോൾട്ട്. അതെ, പക്ഷെ അപ്പോഴൊക്കെ എന്താണ് നന്ദിതയ്ക്ക് എന്താണ് ആ സമയത്തെല്ലാം തോന്നിയത്? ഇപ്പം ഇത് തുടർച്ചയായിട്ട് ഇയാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദിത ഒരു പരാതി കൊടുക്കുന്നു, അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ്, എന്നിട്ട് ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നല്ലോ എന്നൊരു തോന്നൽ. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചിരുന്നോ? എന്നെങ്കിലും പിടിക്കപ്പെടും എന്നുള്ളത് ഐ വാസ് ഷുവർ ഓഫ് ഇറ്റ്. കാരണം അങ്ങനെ സീരിയൽ ഒഫൻഡറായി, സീരിയൽ അബ്യൂസറായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് പോലും ആൾ ഒരു രീതിയിലും ആൾക്കൊരു പേടിയോ ഒരു ട്രൊമാറ്റിക്, അയാളൊരു വിക്ടിം ആയിരുന്നെങ്കിൽ അയാൾക്കൊരു ട്രൊമാറ്റിക് ഇൻസിഡൻ്റ് ആണ് നടന്ന കാര്യം ഒരു ബസ്സിൽ വെച്ച്. എന്നിട്ടും ആളെ ഇറങ്ങിക്കഴിഞ്ഞൊരു 1 വീക്ക് ലേറ്റർ എങ്ങാണ്ട് എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ ഉണ്ടായിരുന്ന ബസ്സിലെ കണ്ടക്ടർ എനിക്കൊരു ദിവസം മെസ്സേജ് അയച്ചു, ഇയാൾ പോയി കണ്ടക്ടറോട് പോയി സംസാരിച്ചു, എന്നെ ഓർമ്മയുണ്ടോ എന്നെങ്ങാണ്ട് ചോദിച്ചിട്ട് ആ ചേട്ടനോട് മെസ്സേജ് പോയി സംസാരിച്ചു, ഏതോ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടെന്ന് പറഞ്ഞു. സോ അത്രയും വാട്ട് ഡു ഐ സേ, എനിക്ക് അതിനൊരു വാക്ക് പറയാൻ പറ്റുന്നില്ല. ബട്ട് ഐ ന്യൂ ഒരു ദിവസം അവനെ റെഡ് ഹാൻഡഡ് ഈ ഒരു ആക്ടിൽ പിടിക്കപ്പെടുമെന്നും ആൻഡ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ഹാഫ് ജസ്റ്റിസ് എന്നും എനിക്കറിയായിരുന്നു. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്, ബട്ട് എനിവേ. അതെ, പക്ഷെ ഇപ്പോഴും ഹാഫ് ജസ്റ്റിസ് എന്നാണ് നന്ദിത പറയുന്നത് അല്ലേ? യെസ്, ഉറപ്പായും. Because justice delayed is justice denied. It has been delayed for 2 years. I was not assaulted for 1 day. ഒരു 6 മിനിറ്റ് എന്നാണ് പറയുന്നത് പലവരും. ആ ഒരു സമയത്തെ സവാദ് എൻ്റെ കൂടെ ബസ്സിലുണ്ടായിരുന്ന 6 മിനിറ്റ് എന്നാണ് പറയുന്നത്. ഈ 6 മിനിറ്റ് അല്ല ഞാൻ അനുഭവിച്ചത്. ഞാൻ അനുഭവിക്കുന്ന അസോൾട്ട് ഇസ് സൈബർ റേപ്പ് എവറി ഡേ ഫോർ ദ പാസ്റ്റ് 2 years in 1 month.